അപ്പോൾ ഗൈസ്, ഇതെൻ്റെ ഒരു പുതിയ മലയാളം യൂട്യൂബ് ചാനലാണ്. ഇംഗ്ലീഷ് വലിയ സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മലയാളത്തിലേക്ക് കിടന്നത്. ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ട്, എനിക്ക് പറയാൻ കുറച്ച് പണിയാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നു. വീണ്ടും മലയാളത്തിലേക്ക്. അപ്പോൾ ഈ ചാനൽ ഇന്ന് നമ്മുടെ ഈ ആദ്യത്തെ വീഡിയോ, ഞാനിവിടെ ഡാംസ്റ്റഡ് എന്ന് പറഞ്ഞ ജർമ്മനിയിൽ ഞാൻ നിൽക്കുന്നൊരു സ്ഥലമാണ്. ഇത് ഫ്രാങ്ക്ഫർട്ടിനടുത്തുള്ളൊരു സ്ഥലം. ഇവിടെ നമ്മൾ പോകുന്ന ആൽഗ്ലാസ്യൂട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത് കുറച്ചൊരു ഉള്ളേരിയാണ്. ഫ്രൈബുർഗ് എന്നുള്ളിൽ പോകണം, വേറെ സ്റ്റേറ്റിലൊക്കെയാണ്. ഒരു 100-100 കിലോമീറ്റർ നീണ്ട ഒരു യാത്രയാണ്. അതും കുറച്ച് ഭാഗം ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ ട്രിപ്പിൻ്റെ പ്ലാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഈ ട്രിപ്പിൽ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഒരുമിച്ച് പോവാം. ഈ ഒരു വീഡിയോയിൽ എൻ്റെ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനാണ്. കാരണം ഞങ്ങൾക്കിവിടെ കോളേജിൽ സെമസ്റ്റർ ടിക്കറ്റ് എന്ന് പറഞ്ഞ സംഭവം എല്ലാ സെമ്മിലും ഞങ്ങൾക്ക് കിട്ടും. അതായത് ആ ടിക്കറ്റ് വെച്ച് ഞങ്ങൾക്ക് ജർമ്മനിയിലെ എങ്ങോട്ടേക്കും ഈ സാധാരണ RB-RE ട്രെയിനുകളിലും എസ് ബാൻ എന്ന് പറഞ്ഞ ട്രെയിനുകളിലും പിന്നെ ഇവിടുത്തെ ട്രാമുകളിലും മെട്രോകളിലും ഒക്കെ ഞങ്ങൾക്ക് സഞ്ചരിക്കാം. ഇവിടെ ഒരു ഹൈ സ്പീഡ് ട്രെയിൻ ഉണ്ട്, ഒരു 300 കിലോമീറ്റർ ഒക്കെ സ്പീഡ് പോകുന്ന ഒരു IC എന്നാണ് അതിൻ്റെ പേര്, ഇന്റർസിറ്റി എക്സ്പ്രസ്. അത് ബുള്ളറ്റ് ട്രെയിൻ പോലത്തെ ഒരു ട്രെയിനാണ്. അതിന് മാത്രം ഞങ്ങൾക്ക് കാശ് കൊടുക്കണം. ബാക്കിയുള്ള എല്ലാ ട്രെയിനിനും, എല്ലാതരം ബസ്സിനും, എല്ലാ സർവീസിനും, ട്രാൻസ്പോർട്ടേഷൻ സർവീസിനും ഞങ്ങൾക്ക് സെമസ്റ്റർ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാശ് കൊടുക്കണ്ട. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് 6 മാസത്തോളം സഞ്ചരിക്കാം. അപ്പോൾ ആ ഒരു ടിക്കറ്റ് വെച്ചാണ് ഞാൻ ഈ യാത്രയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഒരു വൈറ്റ് ട്രെയിൻ നേരത്തെ പോയത് കണ്ടില്ലേ, അതാണ് IC ട്രെയിൻ. പിന്നെ അതിന് ശേഷം ഡാംസ്റ്റഡിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് വരുന്ന ഒരു ട്രെയിൻ ഉണ്ടല്ലോ ഇങ്ങോട്ടേക്ക് വരുന്ന, ഞാൻ അവിടെ അടിയിൽ എഴുതി കാണിച്ചിരുന്നു, അതാണ് എസ് ബാൻ. അത് എല്ലാ സ്റ്റോപ്പിലും നിർത്തി പോകുന്ന ട്രെയിനാണ്. ഇപ്പോൾ ഈ വരുന്നതാണ് RE ട്രെയിൻ. RE ഇല്ലെങ്കിൽ RB ട്രെയിനുകൾ. ഇത് റീജിയണൽ ട്രെയിൻസ് ആണ്. ഇതൊരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് പോകുന്ന ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതിലാണ് നമുക്കിനി നമ്മുടെ യാത്ര ഈ വരുന്ന ഈ ട്രെയിനിലാണ്. അപ്പോൾ ഇത് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മിനിറ്റോളം നീണ്ട യാത്രയാണ്. ന്യൂ എഡിങ്കൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് നമ്മൾ. അവിടെ നമുക്ക് വേറെ ട്രെയിൻ പിടിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ട്രിപ്പ്. അങ്ങനെ എന്തായാലും 4-5 മണിക്കൂറോളം നീണ്ട യാത്രയാണിത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ജേണി എന്ന് പറയാം. നമുക്ക് തുടങ്ങാം. പുറങ്കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാം. ഇതേ കണ്ടില്ലേ, ഇത് ഒരു 120-130 കിലോമീറ്റർ സ്പീഡൊക്കെ പിടിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ വന്ദേ ഭാരതൊക്കെ പോലെ. പക്ഷേ ഞാനിതിന് മുമ്പ് ചെക്ക് ചെയ്തപ്പോൾ ഒരു ട്രെയിനിൽ 160 വരെ പോയ ചരിത്രമൊക്കെ ഉണ്ട്. നമുക്ക് ഇനിയുള്ള യാത്രകൾ ചിലപ്പോൾ അത് കാണാം. ഇതിപ്പോൾ എന്തോ 130 വരെ ആൾ പോയുള്ളൂ, അറിയില്ല എന്താണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ ന്യൂ എഡിങ്കനിൽ എത്തിയിരിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഷ്വെറ്റ്സിംഗനിലേക്കുള്ള ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. ആ ട്രെയിനിലാണ് നമ്മുടെ യാത്ര. വെറും 10 മിനിറ്റ് നീണ്ടൊരു യാത്രയാണ് ഷ്വെറ്റ്സിംഗൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന്. അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് വേറെ ട്രെയിൻ പിടിക്കണം. അപ്പം നമുക്ക് പോവാം. ഇതും ഒരു RE ട്രെയിനാണ്. അപ്പോൾ വേഗത്തുമായിരിക്കും, വലിയ ദൂരം ഉണ്ടെങ്കിൽ പോലും ഇവർ കുറച്ച് സ്പീഡ് പോകുന്ന ടീംസാണ്. വാ, നമുക്ക് പോവാം. ഒരു മനുഷ്യ കുട്ടി പോലും ഇല്ല ഒരു കമ്പാർട്ട്മെന്റിൽ. ഈ ട്രെയിനിൽ തന്നെ ഉണ്ടോ എന്ന് സംശയം. ചിലപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ജർമ്മനിയിലെ പല ഭാഗങ്ങളിലും ഞാൻ ഇങ്ങനത്തെ അവസ്ഥ കണ്ടിട്ടുണ്ട്. ഇതിപ്പം വളരെ ചെറിയൊരു യാത്രയാണ്. ഡബിൾ ഡെക്കറൊക്കെ ഉണ്ട് ഇവിടുത്തെ ട്രെയിനിന്. ഞാൻ ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കർ ട്രെയിനിലൊക്കെ കയറുന്നത്. ഇവിടെ വന്നിട്ടാണ് ഞാൻ കയറുന്നത്. നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കയറാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ ഷ്വെറ്റ്സിംഗനിൽ എത്തിയിരിക്കുകയാണ്. ഇത് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ട്രെയിനാണ്. ഇത് കാൾസ്റൂഹയിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഒരു 43 മിനിറ്റിൻ്റെ യാത്രയാണ് ഇവിടുന്ന് കാൾസ്റൂഹയിലേക്ക്. എസ് ബാൻ ആയതുകൊണ്ടാണ് എല്ലാ സ്റ്റോപ്പിലും നിർത്തുന്നത്. ഒരു സ്റ്റോപ്പ് പോലും ആൾ വിട്ടു കൊടുക്കില്ല, എല്ലായിടത്തും നിർത്തിയിട്ടേ പോവുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുക്കുന്നത് അതുകൊണ്ട്, അല്ലെങ്കിൽ വലിയ ദൂരമൊന്നുമില്ല. RE ആണെങ്കിൽ ഒരു 10-20 മിനിറ്റ് 30 മിനിറ്റിനുള്ളിൽ പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഇത് 20 മിനിറ്റ് മാക്സിമം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ യാത്ര തുടങ്ങാം. കണ്ട, ഈ എസ് ബാൻ 149-150 കിലോമീറ്റർ സ്പീഡ് കയറി. സാധാരണ REയും കയറും, അതാ നമ്മളെ കയറിയ ട്രെയിൻ അത്രയും സ്പീഡ് എടുത്തില്ല. അപ്പോൾ നമ്മൾ ഇപ്പം ഒരു ടൗണിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ചെറിയ ചെറിയ വീടുകൾ, പിന്നെ അതിങ്ങനെ ക്രമേണ വലിയ ബിൽഡിങ്ങുകളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇതൊരു ടൗണിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് ഇപ്പോൾ. മിക്കവാറും അതായിരിക്കും കാൾസ്റൂഹെ. ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ ഇതിനു മുമ്പ് കാൾസ്റൂഹെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റൂട്ടല്ല, വേറെ വഴിയാണ് വന്നിട്ടുള്ളത്. കാൾസ്റൂഹെ ആണെന്ന് തോന്നുന്നു. എനിക്ക് വലിയ പരിചയമില്ലാത്തൊരു ടൗണാണ്. എന്തായാലും നമുക്കിപ്പോൾ അങ്ങനെ ചുറ്റിക്കാണാനുള്ളൊരു സമയമൊന്നുമില്ല. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. നമുക്ക് ഓടിപ്പോയി അത് ചാടിക്കയറണം. ഓക്കെ,
അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രെയിൻ നമുക്ക് വേണ്ടി ഇവിടെ കാത്തു കെട്ടി കിടക്കുകയാണ്. ഇതൊരു റീജിയണൽ ട്രെയിനാണ്. ആർ ഇ ട്രെയിൻസ് ആണ്. ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ എക്സ്പ്രസ് എന്നാണെന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ RE7 എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഫ്രൈബുർഗ് വരെ പോകുന്ന ഒരു ട്രെയിനാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് യാത്ര തുടങ്ങാം. 13 സ്റ്റോപ്പാണ് ഗൈസ് നമുക്കിനി ഈ ട്രെയിനിൽ ഇരുന്ന് തീർക്കുന്നത്. 13 സ്റ്റോപ്പും 1.5 മണിക്കൂർ. അത്യാവശ്യം ദൂരമുണ്ട്. എപ്പോൾ എത്തും എന്തോ. 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു 100 കിലോമീറ്ററിന് മുകളിൽ ദൂരം ഉണ്ടാവും എന്തായെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ കേട്ടോ. കണ്ട 152 കിലോമീറ്റർ സ്പീഡ് കയറിയാണ്. ഇതൊരു RE ട്രെയിനാണ്. നമുക്കങ്ങനെ ഇനി പുറം കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാം. നല്ല ഭംഗിയാണ് ജർമ്മനിയിലെ ഗ്രാമങ്ങളൊക്കെ കാണാൻ. ഈ യാത്രയിൽ ഞാൻ പരമാവധി ഷൂട്ട് ഞാൻ ഈ താഴത്തിരുന്നു പോയി കുറച്ച് ആദ്യം തന്നെ ആ മുകളിൽ ഡെക്കിലായിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു. ഞാൻ പിന്നീടാണ് അത് ഓർത്തത്. പിന്നെ ആ മുകളിലേക്ക് കയറിയപ്പോഴേക്കും എൻ്റെ ഫോണാകെ ചൂടായി. കാരണം ഒരു 200 വീഡിയോ എടുത്തു ഈ ഫ്രൈബുർഗ് എത്തുമ്പോഴേക്കും. ഞാൻ ഫോണാകെ ശരിക്കും വളരെ ചൂടായിപ്പോയി. ഓക്കെ, അതിൽ തന്നെ ഈ 200 വീഡിയോ എടുത്തിട്ട് ആകെ വളരെ കുറച്ച് വീഡിയോ എനിക്ക് നല്ലൊരു വീഡിയോ തോന്നിയിട്ടുണ്ട്. അത്ര എടുത്തത് കൊണ്ട് എനിക്ക് കുറച്ച് ബാറ്ററി നഷ്ടപ്പെട്ട് പിന്നെ നല്ല കുറച്ച് സ്ഥലത്ത് ഇപ്പോൾ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. എന്നാൽ പോലും നിങ്ങൾ ഈ ഉള്ള സ്ഥലം വെച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. കണ്ടമാനം കൃഷിയുണ്ട് ഗൈസ് ജർമ്മൻകാർക്ക്. ട്രെയിനിൻ്റെ 2 സൈഡും കൃഷി. എനിക്ക് ചില സമയത്ത് ഞാൻ ഒറ്റപ്പാലത്ത് കൂടെ ട്രെയിനിൽ പോകുന്നൊരു ഫീലാണ് കിട്ടാറ്. പിന്നെ ആന്ധ്രാപ്രദേശിലൊക്കെ നമ്മൾ ഇന്ത്യൻ റെയിൽവേയിൽ പോയ ആൾക്കാർക്ക് മനസ്സിലാവും 2 സൈഡും പാടവും ഒക്കെ കൃഷികളൊക്കെയാണ്. ആ ഒരു വൈബാണ് ഇവിടെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മലകളും പിന്നെ ക്ലൈമറ്റിലൊക്കെ ചെറിയ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. പിന്നെ ആന്ധ്രയിലൊക്കെ ഒരു 160 ഡിഗ്രി നമുക്കെല്ലാം കാണാം. ഈ കടലിലേക്ക് നോക്കുന്ന പോലെ അങ്ങനെ പരന്ന് നടക്കും. ഇവിടെ അങ്ങനെ ഇല്ല. നല്ല ഭംഗിയാണ് ഈ സ്ഥലങ്ങൾ കാണാൻ. ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്രൈബുർഗ് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിനുള്ളൂ. ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. പിന്നെ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഞാനൊരു ഡോണർ വാങ്ങിക്കഴിഞ്ഞു. ഡ്യോണറിന് എന്താണ് ഇവർ പറയുന്നതിന്. ഞാൻ കണ്ടു ഒരു തുർക്കിഷ് ഫുഡാണ്. നല്ല ടേസ്റ്റ്. നമ്മുടെ ഷവർമയൊക്കെ പോലത്തെ ഒരു സാധനമാണ്. ഇവിടെ ഏറ്റവും ചീപ്പായി കിട്ടുന്ന ഒരു ഫുഡുള്ളൊരു ഫുഡാണ് അത്. കഴിച്ചാൽ നല്ല വിശപ്പും മാറും. അപ്പോൾ ഇതിപ്പോൾ 5 യൂറോയ്ക്ക് ഞാൻ വാങ്ങിയ സാധനമാണ്. സാധനം കൊള്ളാം. ബോക്സ് ഡോണർ എന്ന് പറയും അതിന്. ഗൈസ്, അങ്ങനെ നമ്മൾ ഈ ടിറ്റീസിലേക്കുള്ള ട്രെയിനിലാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഇതൊരു 10-30 മിനിറ്റ് കൂടുതലുള്ള ഒരു യാത്ര. അരമണിക്കൂർ കൂടുതലുണ്ട് യാത്ര. നല്ല ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. ഫുള്ള് ടണലുകളാണ്. 9 ടണലായിട്ടുണ്ട് ഈ റൂട്ടിൽ. പക്ഷെ എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫോണാകെ ചൂടായി, ക്വാളിറ്റിയൊക്കെ ഡ്രോപ്പായി. Pixel 9 Pro ആണ്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ഇവിടുത്തെ ഒരു ഭംഗിയൊക്കെ എടുക്കാൻ ശ്രമിക്കാം. നിങ്ങൾ കണ്ടു നോക്ക് എങ്ങനെയുണ്ടെന്ന്. ഇനി ടിറ്റീസി എത്തുന്ന ഒരു ഭക്ഷണം ഞാൻ വേണ്ടില്ല. നിങ്ങളൊന്ന് പുറമെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കും. ഇപ്പം എത്തും, അധികം സമയമൊന്നും ആവില്ല. എന്നാലും ഗൈസ്, അങ്ങനെ നമ്മൾ ടിറ്റീസി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരും. അധികം സമയമൊന്നും എടുക്കില്ല. നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ പാലക്കാട് നിന്നൊക്കെ ഊട്ടിയിലേക്ക് കയറിപ്പോകുന്ന ഒരു ഫീലിംഗ് ആണ്. കാരണം ഞാൻ നിൽക്കുന്ന ഡാംഷെഡിലൊക്കെ ടെമ്പറേച്ചർ 35-ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഒരു 12 ഡിഗ്രി ഒക്കെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. വളരെ വ്യത്യാസമുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും ഞാൻ ഈ സാധാരണ ജർമ്മനി കണ്ട കാടുകളൊക്കെ ഈ മനുഷ്യന്മാർ നട്ടുപിടിപ്പിച്ച പോലത്തെ കാടുകളാണ്. ഇത് ശരിക്കും ഇവിടുത്തെ ഈ ഒരു ഫോറസ്റ്റ് കണ്ടാൽ ശരിക്കും ഒരു കാട് തന്നെയാണ്. ജഗതി പറഞ്ഞ പോലെ ശരിക്കും വലിയ കാട് തന്നെയാണ്. എനിക്ക് അങ്ങനെ തോന്നി ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ. ഓക്കെ, അങ്ങനെ ഇനി നമ്മുടെ യാത്ര ആൽക്ലാസ് യൂട്ടനിലേക്കാണ്. ടിറ്റീസിന്ന് ഒരു 10 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. നമുക്ക് പോകണ വഴിക്ക് ഇവിടുത്തെ ടിറ്റീസി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലേക്കാണ്. ആ ലേക്കിൻ്റെ പേരാണ്. അങ്ങനെ ആ ലേക്ക് കാണാം. പിന്നെ ഇവിടുത്തെ ഈ പൈൻ മരങ്ങളിങ്ങനെ നിൽക്കുന്ന പല മരങ്ങൾക്കും മുകളിൽ ഇതൊന്നുമില്ല, ചില്ലകളൊന്നുമില്ല. ഇടിവെട്ടും നല്ല രീതിക്ക് അവിടെ പറഞ്ഞു കേട്ടെ.
ഇടി വെട്ടി വെട്ടിയിട്ടാണ് ഈ മരത്തിന്റെ ചില്ല് മുകളിൽ ഈ സാധനമൊക്കെ നമ്മുടെ തല പോയി തെങ്ങ് പോലെ നിൽക്കുന്നത്. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതുകൊണ്ട് മഴയും ഇടിയൊക്കെ വെട്ടുമ്പോൾ ഒന്ന് സേഫ് ആയിട്ട് നിൽക്കണമെന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കേട്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം എങ്ങനെയുണ്ട് ഈ സ്ഥലം. നല്ല ഭംഗി, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രത്തോളം കണ്ടതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ നമ്മുടെ ഈ ക്ലാസ് യൂട്ടൺ TTC ഭാഗങ്ങൾ. ശരിക്കും കണ്ട, ചിലതിനൊന്നും തലയില്ല. ഇത് ഇടിവെട്ടിയിട്ടാണ് പോകുന്ന സംഭവം. അത്ര ഹൈറ്റിലുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കും. നമ്മൾ നല്ല ഹൈറ്റിലാണ്, ആൾട്ടിറ്റ്യൂഡൊക്കെ കുറച്ച് കൂടുതലാണ്. Nächste Station, Altglashütten, Falkau. ഗായ്സ്, ഇപ്പൊ സമയം കുറച്ച് രാത്രിയായി. ഇന്നത്തെ യാത്രയുടെ ക്ഷീണവും കാരണം ഞാനിന്ന് കിടക്കാൻ പോകും. ഇതാണ് ഇന്ന് രാത്രിത്തെ എൻ്റെ താമസ സ്ഥലം. അപ്പോൾ ഗുഡ് നൈറ്റ്.